വിനൂസ് വണ്ടർലാൻഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഫിഷിങ് കണ്ടു അല്ലേ? കുറേ മീനൊക്കെ പിടിച്ചു, കരിമീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പിടിച്ച മീൻ എന്തായാലും നമുക്കൊന്ന് വേവിച്ചെടുക്കണ്ടേ, നമുക്ക് കറി വെക്കാം. ആ കറിയിലേക്കോ നമുക്ക് കപ്പ വെച്ചാലോ? അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് കപ്പയും മീനുമാണ്. കപ്പയും മീനും ആ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ആദ്യമേ പറഞ്ഞുതരാം, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കി എന്നെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് പ്രചോദിപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഴുക നല്ല വൃത്തിയായിട്ട് കഴുകിട്ടോ. നമ്മൾ കഴുകുകയാണ്, നന്നാക്കി വെച്ച മീൻ കഴുകുകയാണ്. നല്ല വൃത്തിയായിട്ടുള്ള നന്നായിട്ട് വൃത്തിയാക്കുക. പുഴമീനാണ്, ഫ്രഷാണ്. എന്തായാലും നമ്മൾ കടലിൽ നിന്ന് കിട്ടിയിട്ട് കുറേ പഴക്കമുള്ള മീനൊന്നുമല്ല. ചില ആൾക്കാർ പുഴമീനൊന്നും വല്ലാതെ കഴിക്കുന്നില്ല അല്ലേ? എങ്കിലും നമുക്ക് നോക്കാം. കരിമീൻ കഷ്ണം വെട്ടി വെച്ചാണ് കൊത്തി കൊത്തി ഇടുകയാണ്. വേവാൻ കുറച്ചുകൂടി നല്ലത് കൊത്തിയിട്ടാണ്. ചെറിയ ചെറിയ കഷ്ണമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു വളക്കുകാലിൻ്റെ ചുവട്ടിലാണ്. നിങ്ങൾ മുകളിലേക്ക് കണ്ടിട്ടുണ്ടാവും. ഒരു വളക്കുകാലിൻ്റെ ചുവട്ടിൽ നമ്മൾ റോട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഒരുക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും എന്തൊക്കെയാണെന്നുള്ളത്. നോക്കുക നിങ്ങൾ. നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ, ഒരു 3-4 സ്പൂണ്, 4 സ്പൂൺ വെളിച്ചെണ്ണ. കുരുമുളകാണ് പൊടിക്കേണ്ടത്. കുരുമുളകാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് അല്ലേ? കുഴപ്പമൊന്നുമില്ല. പൊട്ടി തെറിച്ചിട്ടോ. കുറച്ച് വെള്ളമുണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് വയ്ക്കാം. അല്പം കടുക് നമ്മളിതിലിട്ടിട്ടൊന്ന് പൊട്ടിക്കുകയാണ് ആദ്യം. അതൊന്നൊരു പൊട്ടിയാവുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇതിലേക്ക് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 5 പച്ചമുളക് ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. ഒന്നോട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടിവെച്ച സവാള, ഒരു 3 സവാള ഇതിൽ ചേർത്തിട്ടുണ്ട്. ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി, വെട്ടിവെച്ച തക്കാളി ചേർക്കുകയാണ്. ഇതിൽ 3 തക്കാളി ചേർത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ചേർക്കുന്നു. പിന്നെ ഒരു 1.5 സ്പൂണ്
മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നു. ഇത് ഇതിനുള്ളിലിട്ടൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ മീൻ കൊള്ളുമെന്നൊരു പേടി. അപ്പോൾ അത് തൽക്കാലം നമ്മളതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. വേറൊരു ചെമ്പ് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വാർന്നു. വെളിച്ചെണ്ണ കുറച്ച് വെള്ളം പറഞ്ഞ് ചൂടാക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് നന്നാക്കി വെച്ച പുഴമീനാണ്, അറിയാലോ, നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. മസാല നമ്മൾ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ചേർത്തു. ഉപ്പ്, കമ്മിയുള്ള ഉപ്പ് ലേശം നമ്മളതിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളിയൊന്ന് പാർന്നൊഴിക്കാം നമുക്കിതിലേക്ക്. മീനായിട്ടുണ്ട്. ഞങ്ങളിത് കപ്പയിലേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. നല്ല ആവി പാർന്ന കപ്പ. ഇതിലേക്ക് മീൻകറി റെഡിയാണ്. നമുക്കിനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യണേ. നല്ല നന്നായിട്ട് നിങ്ങൾക്ക് കാണാം. നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് ഒട്ടഞ്ഞ് ഉഷാറായിട്ടുണ്ട്. കറി അപ്പുറത്ത് വാങ്ങി കുറച്ച് കൊടുത്തേക്കോ. നല്ല കയ്യിലെടുത്തിട്ട് വളഞ്ഞു കണ്ണപ്പൻ എടുത്തടാ. അല്ല ഞാൻ നോക്കിക്കാപ്പടെ വലിയ പരിപാടി ഒന്നല്ലോ. എടുത്തോ എന്ത് ഇതല്ലേ കരിമീൻ? അങ്ങനെ മീൻകറി ഇങ്ങനെ വെച്ചിട്ട് പാറുന്നുണ്ടല്ലോ. ടേസ്റ്റ് വേറെയാണ്. നമ്മളെ അപ്പോൾ അങ്ങനെ പുഴമീനും കപ്പയൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു രാത്രി ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വേറെ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഷൈനിങ് ഔട്ട്.